ഹായ് ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? കാര്യമായിട്ടൊന്നുമില്ല പറയാനായിട്ട് അല്ലേ. ഒരു പ്രോപ്പർ പ്ലാൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്ലാനിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഇത്രയും പോയിന്റ്സ് വന്നില്ല നമ്മുടെ അങ്ങോട്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി കണ്ടിന്യൂ ചെയ്യായിരുന്നു. പ്രീവിയസ് ഡേ കാണാത്തവർ കണ്ടു നോക്കുക. പ്രീവിയസ് ഡേ അനാലിസിസ് എന്താണോ ആ അനാലിസിസ് നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആയിരിക്കും. ഇന്നലെ നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തത് അതാണ് പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഇന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ വീക്കിലുള്ള സെക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ സോ നമ്മൾ ഇന്ന് എന്താണ് ചെയ്തിട്ടുള്ളത്, മാർക്കറ്റിൽ എവിടെയായിരുന്നു ഓപ്പർച്യൂണിറ്റി, എങ്ങനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്തത്, എൻട്രി എല്ലാവരും പറഞ്ഞിട്ട് എങ്ങനെയാണ് എൻട്രി എടുക്കുക. സോ പ്രോപ്പർ എൻട്രിയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇന്ന് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ്സ്, നിങ്ങൾ എന്താണെങ്കിലും ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ എന്ത് ചെയ്യാം, ഡിസ്ലൈക്ക് ചെയ്യുക. സോ അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞ് വലിച്ചിടുന്നില്ല, നമുക്ക് വീഡിയോയിൽ പോയില്ല. ബാ. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 17th നമ്മൾ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സോ നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സമയത്ത് ടോട്ടലി നല്ലൊരു മൊമെൻ്റാണ് ഇവിടുന്ന് മാർക്കറ്റ്, ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് മാർക്കറ്റ് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സോണിലേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. കറൻ്റ്ലി മാർക്കറ്റ് ഓവറോൾ 1 അവർ ഉൾപ്പെടെ മാർക്കറ്റ് റിവേഴ്സൽ സിഗ്നൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഈ ഒരു സോണിൽ നിന്നാണ് റിവേഴ്സൽ നമുക്ക് തന്നിട്ടുള്ളത്. സോ മാർക്കറ്റ് റീടെസ്റ്റിന് ശേഷം മേളിലേക്ക് പോകുന്നുള്ള സിനാരിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം 1 മിനിറ്റിൻ്റെ സിറ്റുവേഷനിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ത്രോട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് ഒരു മൊമെൻറ്റം തന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ 15 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷമുള്ള റീട്രേസ്മെൻറ്റ് നമ്മൾ ടോട്ടലി ഈ ഒരു സോണിലേക്ക് വരുന്നുള്ള എക്സ്പെക്റ്റേഷൻ നമുക്ക് ഈ ഇംബാലൻസ് ബേസ്ഡ് ഉണ്ടായിരുന്നു. കാരണം ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻ്റാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇത് മാർക്കറ്റ് എന്താണ്, ഇംബാലൻസോടെയാണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത്. ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷനാണ് മാർക്കറ്റ് കൂടുതൽ ഫോളോ ചെയ്യണത്. സോ ഇത് ബാലൻസ്ഡ് ആക്കാനുള്ള കൺസെപ്റ്റിലും അതേപോലെ ഇതിൻ്റെ ടോട്ടലി ഉള്ളതിൻ്റെ ഒരു ഇക്വിലിബ്രിയം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോണിലേക്കും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു സോണിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു സോണാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിലേക്കാണ് നമ്മൾ രാവിലെ ഒരു എൻട്രി പ്ലാൻ ചെയ്തത്. സോ നോർമലി അറിയാം നമ്മൾ 5,000 rupees റിസ്ക് ബേസ് ചെയ്തിട്ടാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ അപ്പോൾ ഈ ഒരു സോണിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊരു ട്രേഡ് പ്ലാൻ നോക്കായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് ടോട്ടലി പ്രീവിയസ് ഡേ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, യെസ്, എഗെയിൻ മാർക്കറ്റ് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്നു. സോ കംപ്ലീറ്റ്ലി മാർക്കറ്റ് എന്താണ്, റിവേഴ്സൽ സിഗ്നലാണ് കാണിക്കുന്നത്. സോ ഇവിടെ നിന്ന് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇൻറ്റേർണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഒരു ചേഞ്ച് വന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ നമ്മൾ കൺസിഡർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ മേജറായിട്ടുള്ള ഈ ഒരു സോണിൽ ഒരു റിവേഴ്സൽ സിഗ്നൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. യെസ്, എന്ന് വെച്ചാൽ കണ്ടോ ഈ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഈ ഒരു സോൺ വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സോണിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, റിവേഴ്സൽ മാർക്കറ്റ് തന്നെ. സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഈ ഒരു ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുള്ളത് കണ്ടോ. സോ അഗ്രസീവായിട്ട് തന്നെയുള്ള ഒരു മൊമെൻറ്റം മാർക്കറ്റ് താഴേക്ക് വന്നു. സോ നമ്മൾ ഇവിടെ നിന്നൊരു പ്ലാൻ നമ്മൾ ഈ ഒരു 50 മിനിറ്റേഷനിലേക്ക് നോക്കി. സോ നോർമലി നമ്മൾ 5,000 റിസ്ക് എടുക്കുന്ന സ്ഥലത്ത് ഇവിടെ നമ്മൾ റിസ്ക് എൻട്രിയാണ്. കാരണം ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതാണ് നമ്മൾ ടാർഗറ്റ് മേജർ ഇങ്ങോട്ടാണ്. സോ ഇവിടെ നമ്മൾ എന്തുകൊണ്ട് കയറി, അതാണ് നമ്മളൊരു കൺഫർമേഷൻ ഇല്ലാത്തൊരു ട്രേഡിൽ നമ്മൾ എൻട്രി ചെയ്യില്ല. ഇവിടെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ ബ്രേക്ക് ഔട്ടും നല്ല ഇമ്പൾസീവായിട്ടുള്ളൊരു മൊമെൻറ്റും കൺഫർമേഷൻ നമുക്ക് കിട്ടി. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെയാണ് എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, സിമ്പിളായിട്ട് മാർക്കറ്റ് വന്ന് നമ്മളുടെ സെല്ലെടുത്തു. സോ ഇവിടെ നമുക്ക് പ്രോപ്പർ കൺഫർമേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് അപ്സൈഡിലേക്ക് ഈ എൻട്രി എന്ന് പറഞ്ഞാൽ റിസ്ക് എൻട്രി ആണ് അല്ലേ. ഓവറോൾ ട്രെൻഡ് ഇപ്പോൾ എന്താണ്, അപ്സൈഡാണ്. നമുക്കുള്ള പ്ലാൻ ഇവിടെ നിന്ന് മേളിലേക്കാണെന്നാണ്. സോ അങ്ങോട്ട് വരാതെ മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ അവിടെ കൺഫർമേഷൻ കിട്ടിയോണ്ട് നമ്മൾ എൻട്രി ചെയ്തു കണ്ടോ. സോ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് മാർക്കറ്റ്, ഇവിടെ എങ്ങനെയാണ് നമ്മൾ റിസ്ക് മാനേജ് ചെയ്തത്, നോർമലി നമ്മൾ എടുക്കുന്ന എത്രയാണ്, ഒരു ദിവസം മാക്സിമം 5,000 ട്രേഡ്സ് നമ്മളൊരു 2,500 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ചെയ്യണേ. സോ ഇവിടെ നമ്മൾ റിസ്ക് കുറച്ചു 1,800. ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ്, ഈ ഒരു എസ് എൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് മേളിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള ചിന്തപ്പാടുണ്ടാവും. പക്ഷേ എന്താണ്, ഇവിടെ കൺഫർമേഷൻ ഇല്ല.
കണ്ടിന്യൂഷൻ ഇല്ല. സോ ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂഷൻ നോക്കാമായിരുന്നു. സോ അതിനുശേഷം നമ്മളുടെ പ്രോപ്പർ പ്ലാൻ ഓൾറെഡി കഴിഞ്ഞു, സ്റ്റിൽ എക്സിക്യൂഷനായി. ഇവിടെ വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. അതിനുശേഷം മാർക്കറ്റ് കംപ്ലീറ്റ്ലി റേഞ്ചായിരുന്നു. നമ്മുടെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. കംപ്ലീറ്റ് റേഞ്ചാണ്. ഇതാണ് നമ്മൾ കറൻ്റ്ലി ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്ലാനും ഒരു ട്രേഡും. സോ അതിനുശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. കണ്ടോ, കംപ്ലീറ്റ് റേഞ്ചിലാണ്. കംപ്ലീറ്റ് മാർക്കറ്റ് റേഞ്ചിലാണ്. എഗെയിൻ മാർക്കറ്റ് താഴെ വന്നു, എൻഡ് ചെയ്തു. കണ്ടോ, സോ വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പ്രോപ്പർ പ്ലാൻ ഇവിടെ വരെയാണ്, അങ്ങോട്ടേക്ക് നമ്മളൊന്നും നോക്കി നടന്നില്ല. പക്ഷേ അതിന് മുമ്പ് തന്നെ മേളിലേക്ക് പോയി. സോ ഇവിടെ ഒരു കൺഫർമേഷൻ ട്രേഡ് മേളിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തില്ല, ഈ ഇന്നത്തെ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് എഗെയിൻ ഒന്ന് ഇവിടെ കിടന്ന് ഈ ഒരു മിറ്റിഗേഷനിൽ വന്നിട്ട് പുഷ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ടായിരുന്നു. സോ അതാണ് എക്സ്പെക്റ്റേഷൻ മാത്രമല്ല, കൺഫർമേഷൻസും അവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മിനിമം മാർക്കറ്റ് ഇക്വിലിബ്രിയെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. സോ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്നത്തെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡ് സെറ്റപ്പ് എന്നുള്ളത്. സോ ഇത് നമുക്ക് ട്രേഡ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ശേഷം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 10:29 ആ ട്രേഡ്. ഇവിടെ ഈ ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടുള്ളത് 10:29 ആ ടൈമിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 9:59 നമ്മൾ എടുത്തത്. അരമണിക്കൂറോളം നമ്മൾ നോക്കി. യെസ്, അപ്പോൾ തന്നെ മാർക്കറ്റിൽ എന്താണ് SL നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റി. സോ ഇന്നത്തെ PNL നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1865. സോ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ റിസ്കിനെ മാനേജ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. മനസ്സിലാവും? സോ ഇത് പ്രോപ്പറായിട്ട് വരാം. സോ അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഡേയ്സ് നമ്മൾ എന്താ, ഒരു ദിവസം ഞാൻ ജസ്റ്റ് ട്രാവലിങ്ങിലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നല്ല പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 4 ദിവസത്തെ പ്ലാനും പ്രോപ്പറായിരുന്നു. ഇന്നത്തെ പ്ലാനിൽ മാത്രമാണ് പ്രോപ്പർ സോണിലേക്ക് മാർക്കറ്റ് എത്താതെ പോയത്. ബാക്കി എല്ലാ ദിവസവും പ്രോപ്പർ സോണിലുള്ള പ്ലാൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് വാച്ച് ചെയ്യാം. എല്ലാ വീഡിയോയിലും നമ്മൾ നല്ല രീതിയിലുള്ളൊരു നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു കണ്ടൻറ്റ് അതിൽ എപ്പോഴും ഉണ്ടാവും. സോ അതിൽ നിന്ന് നിങ്ങൾ നോളജ് ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പർ ലേണിംഗ് എടുത്ത് നല്ല രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്ത് പോകാം. സോ ഇതാണ് നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. സോ മൺഡേയിലേക്കുള്ള പ്ലാൻ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം വീക്കിലി അനാലിസിസ് നമ്മൾ എല്ലാ വീക്കും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ എന്താണ് എൻ്റെ PNL, അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രോഫിറ്റാണോ ലോസാണോ, എന്തൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്നുള്ള ഡീറ്റെയിൽ സെക്ഷൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ. നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം കമൻ്റായിട്ട് താഴെ അപ്ഡേറ്റ് ചെയ്യാം. സോ നിങ്ങൾ പ്രോഫിറ്റാണോ ലോസാണോ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം, എന്നാലാണ് നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാൻ പറ്റുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വീക്ക്ലി സെക്ഷൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യം ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൊരു സെക്ഷൻ നമുക്ക് സൺഡേ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് കൂടുതൽ പറഞ്ഞ് വലിച്ചിടുന്നത്. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.